പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അവൽ പായസത്തിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സൂപ്പർ ടേസ്റ്റിലുള്ള അവൽ പായസം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് ശർക്കര ആദ്യം തന്നെ ഒന്ന് മെൽറ്റ് ചെയ്യാനായി വെക്കുന്നുണ്ട്. ഇനി ഒരു കടായിലേക്ക് ഒരു 2.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ശുദ്ധമായ നെയ്യാണിത്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നെയ്യിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നന്നായി ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ബദാമാണ്. ഈ സമയം നിങ്ങൾക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. തേങ്ങാക്കൊത്തും ബദാമും മുന്തിരിയും ഒക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതേ നെയ്യിലേക്ക് തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. ക്യാരറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പായസത്തിൽ ക്യാരറ്റ് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. ക്യാരറ്റ് നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കോരി മാറ്റാം. ഇനി അതേ നെയ്യിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അവലാണ്. ചുവന്ന അവലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അവലൊന്ന് മൊരിഞ്ഞു വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയതാണ് അവൽ. അവൽ ഉപയോഗിച്ച് പല വിധത്തിലുള്ള സ്വാദിഷ്ടമായ വിഭവങ്ങളും നാം ഉണ്ടാക്കാറുണ്ട്. അവലിൽ തേങ്ങയും ശർക്കരയും ചേർത്ത് കഴിക്കുന്നവർ ധാരാളമാണ്. അവലിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അയണിൻ്റെ കലവറയാണ് അവൽ. അതിനാൽ അവൽ കഴിക്കുന്നത് വിളർച്ചയെ തടയാനും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്നു. ഇവിടെ നമ്മുടെ അവലെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് കൊടുക്കാം. അളവുകളും കണക്കുകളുമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അവൽ പാലിൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത് കിട്ടണം. വളരെ പെട്ടെന്ന് തന്നെ അവൽ വെന്ത് കിട്ടുന്നതാണ്. പാലൊക്കെ ഇനി ഇവിടെ കുറുകി വരാൻ തുടങ്ങും. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ അവലൊക്കെ ഇവിടെ നന്നായി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ച ശർക്കര പാനി ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊരു വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച നട്ട്സും ക്യാരറ്റും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അവൽ പായസമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നമുക്കിവിടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ പായസമൊക്കെ നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ലൂസായിട്ടാണ് കഴിക്കാൻ ആഗ്രഹമെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്ത് ഒന്ന് ലൂസാക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ അവൽ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ ഹെൽത്തിയുമാണ്. വിറ്റാമിൻ ബി അടങ്ങിയ അവൽ കുട്ടികൾക്ക് നൽകുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അടുത്ത ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് കാണും വരേക്കും താങ്ക് യു.